പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത് മറ്റേ ഇസ്ലാമിന്റെ വ്യാപനത്തെ കുറിച്ച് തന്നെയാണ്. അതായത് ഇസ്ലാം വാളുകൊണ്ടല്ല പ്രചരിച്ചത്, ഓക്കെ, പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത്? ഞാൻ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പഠിച്ചതനുസരിച്ച് ഇസ്ലാം കേരളത്തിലായാലും പിന്നെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ലോകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇസ്ലാം പ്രചരിച്ചത് ഒരു സൂഫി മൈൻഡിലൂടെയാണ്, അല്ലെങ്കിൽ സൂഫി ചിന്തകന്മാരുടെ ആണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിലും മറ്റേ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ഇതിന്റെ സ്വാധീനം കൂടി വരികയാണ്. റൂമി ആണെങ്കിലും മറ്റുള്ള ഏത് മറ്റേ മിസ്റ്റിക് പോയറ്റ്സ് ആണെങ്കിലും അതിനുള്ള സ്വാധീനം കൂടി വരികയാണ്. അവിടെ ഡൽഹി തന്നെ അതിനുള്ള പ്രധാന ഉദാഹരണമാണ് ഡൽഹിയുടെ ഈ മുസ്ലിം പോപ്പുലേഷൻ തന്നെ. അപ്പോൾ ഇസ്ലാമിൽ ഇതിനുള്ള സ്വാധീനം എങ്ങനെയായിരുന്നു, ഇനി ഇതിന്റെ സ്വാധീനം എങ്ങനെയാകും? കൺസെപ്റ്റ് സൂഫിസം എന്ന കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം പ്രചരിച്ചത് സൂഫി ചിന്തയിലൂടെയാണ്. ഇസ്ലാം പ്രചരിച്ച വാളിലൂടെയല്ല, സൂഫിസത്തിലൂടെയാണ് എന്ന വാദത്തെക്കുറിച്ച് ഉള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സൂഫികൾ എന്നറിയപ്പെട്ട ആളുകളിലൂടെ ഇസ്ലാം തീരെ പ്രചരിച്ചിട്ടില്ല എന്നോ ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുണ്ടായിട്ടില്ല എന്നോ പറയാൻ സാധ്യമല്ല. എന്നാൽ ഒരാദർശം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം ലോകത്തെവിടെയും സൂഫി ചിന്തയിലൂടെ വളരുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ യാഥാർത്ഥ്യം. അതെന്താണ്? സൂഫികളെ സംബന്ധിച്ചിടത്തോളം സൂഫി ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ആത്യന്തികമായ തലം തന്നെ എന്താണ്? സാധനകളിലൂടെ അള്ളാഹുവിനെ പടച്ചവനെ അറിയുക എന്നതാണ്. ആ സാധനകളിലൂടെ അറിയാൻ ആർക്കും കഴിയും. മുസ്ലിമിന് മാത്രമല്ല, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമെല്ലാം കഴിയും. ആ ഒരു തലം വെച്ചുകൊണ്ട് സൂഫി ചിന്തയുടെ അടിസ്ഥാനപരമായ ആത്യന്തികമായ തലം അതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തമായ സാധനകളിലൂടെ, അയാൾ സന്യാസത്തിലൂടെ, അയാൾ ധ്യാനങ്ങളിലൂടെ പടച്ചവനെ അറിയുന്നു. ആ പടച്ചവനെ അറിയുമ്പോഴുള്ള ആ മഅരിഫത്തിൽ നിന്നുള്ള ആ സംതൃപ്തിയാണ് ആത്യന്തികമായി മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും വലിയ തൃപ്തി. അതാണ് എന്ത് അനൽ ഹഖ് എന്നുള്ള ബോധം. അങ്ങനെ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഒരു ആദർശം എന്നുള്ള നിലക്ക് സൂഫികളോട് ചുറ്റിപ്പറ്റി നിന്നിരുന്ന അമുസ്ലിങ്ങളുണ്ട്. തീർച്ചയായും ആ അമുസ്ലിങ്ങൾ അവർ ഇസ്ലാം സ്വീകരിക്കണമെന്നോ അവർക്ക് ഇസ്ലാമിൽ അംഗത്വം വേണമെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നോ ആവശ്യമില്ല. സൂഫികളുടെ സേവനത്തിനും സൂഫികളിൽ നിന്ന് കിട്ടുന്ന എന്താണ്? സൂഫികളുടെ പറയപ്പെടുന്ന അത്ഭുതങ്ങളും അതോടനുബന്ധിച്ചുള്ള രോഗശാന്തിയും അല്ലാന്ന്. ഇതിന് ആരും ഇസ്ലാം സ്വീകരിക്കണമെന്നില്ല, അവരെ ഇസ്ലാമിലേക്ക് എത്തിക്കണമെന്നില്ല, ഇസ്ലാം അവരുടെ മനസ്സിന്റെ ആദർശമായി കൊള്ളണമെന്നില്ല. എന്നാൽ അപ്പോ അതുകൊണ്ട് തന്നെ സൂഫികളിലൂടെ മാത്രമായി ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിക പ്രചാരണം നടന്നു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ഇപ്പൊ ഇന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിലുള്ള പിന്നെ റൂമിയുടെയും അതേപോലെ തന്നെ ഇബ്നു അറബിയുടെയും എല്ലാം തത്വങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ആ രംഗത്തെ വലിയ ചർച്ചകളും ആ രംഗത്തുള്ള ആക്സെപ്റ്റൻസും എല്ലാം ഇതല്ല എന്താണ്? ഇതുകൊണ്ട് ഇസ്ലാം പ്രചരിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്നല്ലാതെ ഇസ്ലാമിക ആദർശവും ഇസ്ലാമിക ആദർശത്തിന്റെ വക്താക്കളായ ആളുകൾ മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടോ? ഇവിടെ എന്താന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പറയുന്ന ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ നിഷ്കൃഷ്ടമായ ജീവിത അവസ്ഥയുള്ള നിർബന്ധിതമായ ജീവിത സാഹചര്യങ്ങൾ പിന്നെ അടിച്ചേൽപ്പിക്കുന്ന, അങ്ങനെയാണ് അവരുടെ ഭാഷ, അടിച്ചേൽപ്പിക്കുന്ന ആദർശമല്ല. മറിച്ച് സ്വാതന്ത്ര്യമുള്ള, എന്തും ചെയ്യാൻ കഴിയുന്ന, എങ്ങനെയുമാകാൻ കഴിയുന്ന, ജീവിതത്തിലെല്ലാം വളരെ ഫ്രീ ആകുന്ന, എന്നാൽ ഒരു മുസ്ലിം വ്യക്തിത്വം നിലനിൽക്കുന്ന, നിങ്ങൾക്ക് അവിടെയും ആടാം ഇവിടെയും ആടാം, അവിടെയും പോകാം ഇവിടെയും പോകാം, ആ രൂപത്തിലുള്ള ഒരു ജീവിതാവസ്ഥ ഇതേ ആവശ്യമുള്ളൂ എന്നൊരു തലത്തിലേക്ക് കേവലമായ ആത്മീയ ചർച്ചകളിൽ മാത്രം ആത്മീയത എന്നത് കേവലമായ വ്യവഹാരങ്ങളിൽ മാത്രം നിലനിർത്തി ജീവിതവുമായുള്ള ബന്ധമില്ലാത്ത ഒരവസ്ഥ,
ആ അവസ്ഥയെയാണ് പാശ്ചാത്യ ലോകം, അവിടുത്തെ ബുദ്ധിജീവി സമൂഹമെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അപകടമില്ലാതെയാകാനുള്ള മാർഗം അതാണ്. ഇസ്ലാമിന്റെ അപകടം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ജീവിതത്തിൽ ഇടപെടലാണ്. ഇസ്ലാം ജീവിതത്തിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ ഇസ്ലാം കച്ചവടത്തിൽ ഇടപെടലാണ്, വസ്ത്രത്തിൽ ഇടപെടലാണ്, കുടുംബജീവിതത്തിൽ ഇടപെടലാണ്, ഇസ്ലാം സെക്സിൽ ഇടപെടലാണ്, ഇസ്ലാം വ്യക്തിയുടെ വ്യക്തിപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ഇടപെടലാണ്. ഈ ഇടപെടുമ്പോഴാണ് പ്രശ്നം. അവരുടെ കച്ചവട താല്പര്യങ്ങൾ മുസ്ലിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്തതായ ഇടപെടലുകൾ നടക്കുന്നത് കൊണ്ടാണ്. അവിടെ ഇസ്ലാമിക ജീവിത ദർശനത്തെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അത് കേവലം ഒരു ആദർശമായി മാറുകയും അതനുസരിച്ച് കുറെ സാധനകളും കുറെ ഒച്ചപ്പാടുകളും കുറെ പാട്ടുകളും കുറെ ആത്മീയമായ ചർച്ചകളും കുറെ ആ രൂപത്തിലുള്ള ആൾക്കൂട്ടങ്ങളും മാത്രമായി മാറുമ്പോൾ അതിൽ യാതൊരു പ്രശ്നമില്ല. അതാണ് ഇന്ന് പാശ്ചാത്യ ലോകത്ത് നടക്കുന്നത്. ഇന്ന് കേരളത്തിലേക്കെല്ലാം ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം ലോകത്ത് എന്നും നടന്നിട്ടുള്ളത്. യഥാർത്ഥ ഇസ്ലാമിക പ്രബോധകരിലൂടെ തന്നെയാണ്. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ നോക്കുക. ആ സഹാബിമാർ സൂഫികളായിരുന്നു. അവർ പച്ചയായ ഈ രൂപത്തിലുള്ള ഇസ്ലാമിക ദഅവത്തിനെ ജീവിത ആദർശമായി സ്വീകരിച്ച കച്ചവടക്കാരായിരുന്നു, പടയാളികളായിരുന്നു. ആ ഓരോ തലങ്ങളിലും ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ആളുകളായിരുന്നു. അവരാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പോയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ഇസ്ലാമിനെ സ്വന്തം ജീവിതത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് എത്തിച്ചത്. അതല്ലാതെ സൂഫികൾ ഒരു സൂഫി ഖാൻഗാഹുകളിൽ ഒതുങ്ങുകയും ആ ഖാൻഗാഹുകളിൽ ചെറിയ രൂപത്തിലുള്ള നേർച്ചകളും മറ്റുള്ളവയിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. രോഗം മാറാൻ വേണ്ടി മുസ്ലിമാകാൻ നേർച്ചയാക്കുക, ഇതെല്ലാം അന്നത്തെ സൂഫി ഖാൻഗാഹുകളിലെ ഒരു സ്വഭാവമായിരുന്നു. അത് സൂഫിമാർ ചിലപ്പോ പറയുക, ചിലപ്പോ വലിയ രോഗം വരുമ്പോ സൂഫി ഷെയ്ഖുമാർ പറയും, നീ മുസ്ലിം ആകാൻ വേണ്ടി നേർച്ചാക്കിക്കൊന്ന രോഗം മാറും. അങ്ങനെ എല്ലാം മുസ്ലിം ആവുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ സൂഫികളെ കൊണ്ട് സമൂഹത്തിന് കിട്ടി എന്ന് പറയുന്ന പ്രയോജനം സമൂഹത്തിന് ഈ രൂപത്തിലുള്ള പ്രയോജനമാണ്. അതിന് സൂഫികൾക്ക് മതം മാറുകയോ ഇസ്ലാമിക ദഅവത്ത് നടക്കുകയോ ചെയ്യുക എന്നതുണ്ടായിട്ടില്ല എന്നാണ്. ഇതാണ് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം. അത് തലകുത്തനെ മറിച്ച് ഒന്നുകിൽ ആയുധം അതല്ലെങ്കിൽ ഈ ഭ്രാന്ത്, ഇതിൽ നിന്നാകണം ഇസ്ലാമിക പ്രബോധനം എന്ന് വരുത്തുകയും ഇസ്ലാമിന്റെ നിഷ്കൃഷ്ടമായ ആദർശപരമായ പ്രബോധനത്തിലൂടെയാകരുത് ഇസ്ലാമിക ദഅവത്തും ഇസ്ലാമിന്റെ വ്യാപനവും എന്ന് വരുത്തി തീർക്കുകയും ചെയ്യേണ്ടത് അക്കാദമിക ബുദ്ധിജീവികളുടെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അക്കാദമിക ബുദ്ധികൾക്ക് വെള്ളവും വെളിച്ചവും ലഭിക്കുന്നത് സാമ്രാജ്യത്വത്തിൽ നിന്നാണ്. സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമാണ് അത് വരുത്തി തീർക്കൽ. അതാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ ഖാദർ അലിഗറാണ് പഠിക്കാൻ